പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രത്യേകിച്ച് മമതാ ബാനർജിയുടെ വലിയൊരു തകർച്ചയെ അഭിമുഖീകരിക്കുന്ന ഘട്ടമാണ്. തൃണമൂലിനൊപ്പം ഉണ്ടായിരുന്ന ഒരു 60ഓളം കറക്റ്റ് കണക്കൊക്കെ പുറത്തു വന്നിട്ടില്ല, 60-നും 50-നും ഇടയിലുള്ള MLA ഇപ്പോൾ ഋതുഭദ്ര ബാനർജിയുടെ കൂടെ പോകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ മമതയുടെ തകർച്ചയാണ് അവിടെ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പില് തൃണമൂൽ തകർന്ന തരിപ്പണമായ അവസ്ഥയാണ്. ഇപ്പോഴാണ് ഇപ്പൊ പുതിയൊരു സംഭവവാസങ്ങൾ ഉണ്ടാവുന്നത്. എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ തൃണമൂലിന് എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്? തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി, അതിന്റെ പര്യായമായിട്ടാണ് കഴിഞ്ഞ ഒരു ദശകം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് തീർന്നു. മമതാ ബാനർജി എന്നൊരു ഏകാധിപത്യ മനമുള്ള അല്ലെങ്കിൽ ഒരു ഏക നേതാവ് എന്നൊരു വ്യവസ്ഥയിൽ നിന്ന് തൃണമൂൽ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ തോൽവിയോടെ തന്നെ മമത പാർട്ടിയിൽ ഒരു അവസാന വാക്കല്ലാത്തത് തീർന്നു തന്നെ പറയാൻ വേണ്ടി പറ്റുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാരണം നമുക്കറിയാം, അഭിഷേക് ബാനർജിയുടെയും ഈ രണ്ടുപേരും തമ്മിലുള്ള സ്ഥാനങ്ങൾ രണ്ട് നേതാക്കളാണ് ബംഗാൾ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത്. പക്ഷെ ഈ തോൽവിയോടെ ആ അധികാര കേന്ദ്രങ്ങളിൽ മഴിമാറി പോവുകയാണ്. BJP അധികാരം പിടിച്ചതിന് പിന്നാലെ തന്നെ അവിടെ വലിയ ആക്രമണ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അഭിഷേക് ബാനർജി പോലും ആക്രമിക്കപ്പെട്ടു. രണ്ട് നേതാക്കൾ ഋതുപർണ ബാനർജിയും സന്ദീപൻ സാഹിബ്, ഇവർ രണ്ടുപേർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുന്ന ഘട്ടത്തിലേക്ക് പോയി. ഇപ്പൊ നടപടിയെടുത്ത നേതാക്കൾക്ക് പിന്നാലെ പാർട്ടിയിലെ 80 MLA-മാരാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് കിട്ടിയത്. അതിൽ 50-ലധികം പേര്, ഇപ്പൊ പറഞ്ഞാൽ തന്നെ മിനിമം 50 പേരെങ്കിലും ഇവർക്കൊപ്പം പോയുള്ളതാണ്, ഇവർക്കൊപ്പം സപ്പോർട്ട് കൊടുക്കുകയാണെന്ന് കേട്ടത്. അതായത് മമതാ ബാനർജിയും സംഘവും നയിക്കുന്ന ഒഫീഷ്യൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ വിമതരുടെ ഒരു നീക്കം വന്നിട്ടുണ്ട്. ഒന്നുകിൽ തൃണമൂൽ കോൺഗ്രസ് പിളരും, അവിടെ ഒരു പുതിയ പാർട്ടി വരും, അല്ലെങ്കിൽ മമത ഇവർക്ക് കീഴ്പ്പെട്ട് അല്ലെങ്കിൽ ഈ ഋതുപർണ ബാനർജിനെ അംഗീകരിച്ച് അവരുടെ കീഴിലേക്ക് ഇനി മാറേണ്ടി വരും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നമുക്കറിയാം, ഇതിപ്പോൾ ഋതുപർണ ബാനർജി എങ്ങനെയാണ് തൃണമൂലിലേക്ക് എത്തിയതെന്നും ഈ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ എങ്ങനെയാണ് അദ്ദേഹം നേതാവായി വന്നതെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു മാറ്റം. അഭിഷേക് ബാനർജി തൃണമൂൽ മമത കഴിഞ്ഞാൽ അഭിഷേക് തന്നെയായിരുന്നു പാർട്ടിയുടെ കേന്ദ്രം. ആ അഭിഷേക് ആക്രമിക്കപ്പെട്ടിട്ട് അതിന്റെ പിറ്റേ ദിവസത്തെ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പോലും 59 MLA-മാർ പങ്കെടുത്തിരുന്നില്ല എന്നതാണ് ഏറ്റവും കാര്യം. വെറും 20 MLA-മാർ വെച്ചിട്ടാണ് അവർക്ക് യോഗം നടത്തേണ്ടി വന്നത്. അപ്പോൾ അവർ പറഞ്ഞത് പ്രാദേശികമായിട്ട് ഇതിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്, റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കേണ്ടതാണ് ഈ നേതാക്കൾ വരാത്തതെന്ന് പറഞ്ഞു. പക്ഷെ സത്യം അതല്ല എന്നും ഇവരുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ, ഈ ഒരു ഏകാധിപത്യ മനോഭാവത്തെ അംഗീകരിക്കാൻ നേതാക്കൾ പോലും തയ്യാറാവുന്നില്ലെന്നും തോൽവിയുടെ കാരണം ഈ മമതയുടെ അല്ലെങ്കിൽ അഭിഷേകിന്റെ നയങ്ങളാണെന്ന രീതിയിലേക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ തിരിച്ചറിവ് വന്നെങ്കിൽ ഒരു വിലയിരുത്തൽ വന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഒരു അടിസ്ഥാനം തന്നെയാണ് ഈ ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നതും. മമത ഒരു അധികാര കേന്ദ്രമല്ലാതെ പാർട്ടിക്കുള്ളിൽ ഒഫീഷ്യൽ അധികാരം നഷ്ടപ്പെട്ടു, പാർട്ടിക്കുള്ളിൽ പോലും അധികാര കേന്ദ്രമല്ലാതെ മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇപ്പൊ കൂടിക്കാഴ്ച ഋതുപർണ ബാനർജിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടന്നു നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ പറ്റുക. ഈ കൊൽക്കത്തയിലെ EM ബൈപ്പാസിന് സമീപമുള്ള ഒരു ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നതാണ് പറയുന്നത്. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള MLA-മാരോട് എത്തിയിരുന്നത്. ആ കൂടിക്കാഴ്ചയിൽ പലരും ഒപ്പിട്ട് വാങ്ങിയെന്നും പറയുന്നുണ്ട്. തങ്ങൾക്കൊപ്പമുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയെന്നും പറയുന്നുണ്ട്. ആ ലിസ്റ്റ് വെച്ച് നിയമസഭാ സ്പീക്കറെ കാണുന്നു, ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് പ്രതിപക്ഷ ആകാനുള്ള ഒരു കരുത്തുണ്ടെന്ന് തെളിയിക്കാൻ നീക്കമാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ ലിജിൻ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് ഇവിടെ പശ്ചിമ ബംഗാളിലെ ഈ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ 15 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്നു. മമതയുടെ നിയന്ത്രണത്തിലായാലും മമതയുടെ ഒരു ഏകാധിപത്യ ശൈലി മമത മുന്നോട്ട് കൊണ്ടുപോയ ഒരു പാർട്ടിയാണ്. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ തൃണമൂലിന്റെ ഒരു ബദൽ തൃണമൂലായി മാറുകയാണ്. നമുക്കറിയാം, മമതയുടെ കീഴിലുള്ള തൃണമൂൽ അവിടെ ഒന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് മാറും. 80 അംഗങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിലിപ്പോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിലവിൽ 20 പേരിലേക്ക് ഒരു ചുരുങ്ങുകയും മറുവശത്ത് 60ഓളം പേര് എന്നൊരു വലിയ ശക്തിയായി മാറുകയും ചെയ്യും. പക്ഷെ മമത ഇപ്പം പറയുന്നത് ഇവരെ തള്ളി പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്താക്കി. പക്ഷെ അപ്പോഴും മമത ന്യായീകരിക്കുന്ന വെച്ചാല് ഇത് ഡൽഹിയിൽ ഇരുന്ന് BJP നിയന്ത്രിക്കുന്ന BJP ചെയ്യുന്നു പറയും. പക്ഷെ BJP ക്ലിയറാക്കിയിട്ടുണ്ട്, ഈ വിമത നേതാക്കളെ പാർട്ടിയെ ഘടിപ്പിക്കില്ലെന്നും പാർട്ടിയിലേക്ക് അവർക്ക് അംഗത്വം കൊടുത്തില്ലെന്നും പാർട്ടിയുടെ ബന്ധുവില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ മമതയ്ക്ക് ഇപ്പം തന്റെ പാർട്ടി തന്റെ കണ്ണു മുന്നിൽ നിന്ന് പാർട്ടി കൈവിട്ട് പോകുന്ന കാണുമ്പോൾ ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ പ്രശ്നം ആരംഭിച്ചത് തന്നെ ശോഭൻദേവ് ചട്ടോപാധ്യായ എന്ന നേതാവിനെ അവർ പ്രതിപക്ഷ നേതാവായിട്ട് അഭിഷേക് ബാനർജി നിർദ്ദേശിക്കുകയും അവരെ പ്രതിപക്ഷ നേതാവായിട്ട് സ്പീക്കർ കത്ത് നൽകി വരുന്ന സമയത്താണ്. ആ സമയത്ത് ഇവര് ഈ ഋതുപർണ ബാനർജി സന്ദീപൻ സാഹിബ് തങ്ങൾ പിന്തുണ കത്തിൽ ഒപ്പിട്ടില്ലെന്നും തങ്ങളുടെ ഒപ്പ് വ്യാജമാണെന്നും സ്പീക്കർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പരസ്യമായിട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ഈ രണ്ട് നേതാക്കളുടെ ഒപ്പിട്ടത് വ്യാജമാണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ വിവാദം പുറത്തേക്ക് വന്നത്. നമുക്കറിയാം, അന്വേഷണം ആ ഒരു ഘട്ടത്തിലാണ് ഇവര് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. അവർ കാരണങ്ങൾ പറഞ്ഞത് ഇവര് ഈ 2 MLA-മാര് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 2 MLA-മാര് കക്ഷി യോഗങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല, പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് പുറത്താക്കിയെങ്കിലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ഈ ഇവർക്കെതിരെ പരാതി കൊടുത്തതും തങ്ങളുടെ ഒപ്പ് വ്യാജമായിട്ടും അഭിഷേക് ബാനർജി വ്യാജമായി ഒപ്പിടുന്നു, ഈ പാർട്ടിയെ പിടിച്ചെടുക്കി ബംഗാളിനെ പിടിച്ചെടുക്കി നമ്മുടെ ഒപ്പ് അവർ വ്യാജമായി ഇടുന്നു എന്ന് പറഞ്ഞൊരു ഘട്ടത്തിലാണ് വരുന്നത്. നമുക്കറിയാം, ഇപ്പൊ ഈ അംഗീകരിക്കാൻ മമതയുടെ തോൽവി
മമത പരാജയപ്പെട്ടു നിയമസഭ തെരഞ്ഞെടുപ്പിൽ. മമതയുടെ പിൻഗാമിയായിട്ട് വരുന്ന ശോഭന ചട്ടോപാധ്യായെ കൊണ്ടുവന്നപ്പോൾ അത് അംഗീകരിക്കാൻ ഇവർ ഭൂരിഭാഗം പേരും തയ്യാറല്ല. അതാണ് ഋതുപ്രത ബാനർജി എന്ന നേതാവിലേക്ക് ഈ സന്ദീപൻ സായിലേക്ക് എത്തിയത്. രണ്ടുപേരാണ് പുറത്തെങ്കിലും അതിന്റെ നേതാവായിട്ട് ഋതുപ്രത മാറുകയാണ്. നമുക്കറിയാം ഋതുപ്രത ആരായിരുന്നു നമുക്ക് ക്ലിയറായിട്ട് അറിയാം. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു, സെക്രട്ടറി ആയിരുന്നു. ഈ CPM വലിയ നേതാവായിരുന്നു. CPM രാജ്യസഭാ അംഗത്വം വരെ കൊടുത്തിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. 2017 പുറത്താക്കിയത്. നമുക്ക് കേരളത്തിലൊക്കെ ഒരുപാട് CPM നമ്മുടെ 2017 പുറത്താക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അതിനുശേഷം 2014 മുതൽ 17 വരെ അദ്ദേഹം MP ആയിട്ടിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ പല വിഷയങ്ങളും CPM-ഉമായിട്ട് ലളിതമായ ജീവിതം നയിക്കുന്നതിലൊക്കെ പറഞ്ഞ സമയത്ത് വന്ന് ഇപ്പൊ മമത പറയുന്നുണ്ട് CPM ആയിരുന്നു ശരി എന്ന് പറയുന്നുണ്ട്. CPM പുറത്താക്കിയപ്പോ നമ്മുടെ വന്ന് കറന്ന് കാലുപിടിച്ചപ്പോ നമ്മൾ സീറ്റ് നൽകി, രാജ്യസഭാ അംഗത്വം നൽകിയിരുന്നു ആദ്യം മമത. എനിക്കൊന്നൊരു കാലയളവ് ബാക്കി വന്ന കാലയളവിലായിരുന്നു അദ്ദേഹം രാജ്യസഭ അംഗത്വം. അത് കഴിഞ്ഞാണ് ഇപ്പൊ സീറ്റ് കൊടുത്തതും അദ്ദേഹം അതും എടുത്തു പറയണത്. ഋതുപ്രത ബാനർജി ഈ മമതയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ആധിപത്യം നിൽക്കുന്ന ബംഗാളില് തൃണമൂൽ കോൺഗ്രസ് BJP ജയിച്ചു വന്നപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടപ്പോഴും ഋതുപ്രത ജയിച്ചു വന്നിട്ടുണ്ട്. ആ ജയിച്ചു വന്ന ഒരു നേതാവിന്റെ ഒരു ഇതാണ് അദ്ദേഹം ഈ കാണിക്കുന്ന ലക്ഷ്യമായിട്ട് കാണിക്കുന്നത്. വളരെ ചെറുപ്രായത്തില് CPM-ന്റെ നേതാവായിരുന്ന സീതാറാം യെച്ചൂരിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയ നേതാവായിരുന്നു ഋതുപ്രത. നമുക്കറിയാം നമ്മുടെ കണ്ണൂർ ഇപ്പോൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ ഒന്നിച്ച് KK രാഗേഷ് അസഭയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പം ഋതുപ്രത സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം V ശിവദാസൻ ഇപ്പോഴത്തെ MP കണ്ണൂരിൽ നിന്നുള്ള രാജ്യസഭ MP ആയ V ശിവദാസൻ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് ഋതുപ്രത ബാനർജിയാണ്. ഒരു തുടർന്ന് 8 വർഷത്തിനുള്ള കാലയളവിലേറ്റം ഇദ്ദേഹം SFIയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കുള്ള സുപരിചിതരാണ്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് യുവാക്കൾക്ക് ഒരു പ്രാതിനിധ്യം എന്ന പേരിൽ SFIയുടെ നേതാവായിരുന്ന ആ ഋതുപ്രതയെ രാജ്യസഭാ അംഗത്വം നൽകി കൊണ്ടുപോയത്. പക്ഷെ അവിടെ നിന്നിട്ടാണ് അന്ന് പറഞ്ഞത് യെച്ചൂരി വിഭാഗവും പ്രകാശ് കാരാട്ട് വിഭാഗം തമ്മിലുള്ള പ്രശ്നം ആണ് ഇദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താകാൻ കാരണമാണ്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം പുറത്തു പോയതിന് പിന്നാലെ അതായത് CPM പുറത്താക്കുമായിരുന്നല്ലോ ഈ വിവാദങ്ങൾ. അന്ന് പ്രകാശ് കാരാട്ടിനും വൃന്ദ കാരാട്ടിനും ബംഗാളിലെ CPM സെക്രട്ടറി മുഹമ്മദ് സലീമിനെതിരെ നിരന്തര ആരോപണം ഉന്നയിക്കുകയായിരുന്നു. അവർ പാർട്ടിയെ പിടിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം മമതയെ പുകഴ്ത്തി, മമതയുടെ രീതികളെ പുകഴ്ത്തി മമതയിലേക്ക് പോവുകയായിരുന്നു ഈ CPM കുറ്റം പറയുന്നത്. ഇപ്പോഴും മമതക്കെതിരെയാണ് അദ്ദേഹം തിരുന്നത്. മമത പറഞ്ഞതാണ് അന്ന് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ CPM പുറത്താക്കിയപ്പോൾ നമ്മൾ അഭയം നൽകി, സ്ഥാനം നൽകി, MLA ആക്കി. ഇപ്പം നമ്മളെ അവര് തിരിഞ്ഞുവെത്തുന്നു, CPM ചെയ്തായിരുന്നു ശരി എന്ന് പറയുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മമത ഇപ്പൊ കുറ്റസമ്മതം നടത്തുമ്പോൾ പോലും ഇപ്പൊ മമതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ ഋതുഭദ്രയുടെ കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം ഈ 60ഓളം MLA-മാര് മാറുമ്പോൾ അവരൊരു പ്രധാന പ്രതിപക്ഷമായി മാറുന്നുണ്ട്. മറുവശത്ത് BJP അവിടെ സർക്കാർ ഭരിച്ചു മുന്നോട്ട് പോകുന്നു. പക്ഷെ അവിടെ ഒരു CPM-ന്റെ സ്കോപ്പ് നിലവിലുണ്ട്. കാരണം അവർക്ക് വളരെ ഒരു ഈ പറഞ്ഞത് ഋതുപ്രത ബാനർജിക്ക് മമത ബംഗാൾ പിടിച്ചെടുത്തതും തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു ശക്തമായ നേതാവ്, വലിയൊരു നേതാവ്, കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ വലിയൊരു നേതാവായിരുന്നു. അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷയായിട്ടുണ്ടായിരുന്ന നേതാവായിരുന്നു മമത ബാനർജി. അവരെ വന്ന് പാർട്ടിയെ കെട്ടിപ്പടുത്തിയ രീതിയുണ്ട്. ആ രീതിയിലേക്ക് ഋതുപ്രതയ്ക്ക് മാറാൻ പറ്റുമോ, അല്ലെങ്കിൽ അദ്ദേഹം ആ നേതാവായി വരുന്നെങ്കിൽ, സന്ദീപൻ റായും ഋതുപ്രത ബാനർജിയാണ് നേതാവായി വരുന്നെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ വരാൻ പറ്റിയില്ലെങ്കിൽ BJPയുടെ ഒരു ഈ പറഞ്ഞ പോലെ CPM 34 വർഷത്തോളം ഭരിച്ചു, മമത 15 വർഷം. ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി അത് BJPക്ക് വലിയൊരു വളർച്ചയാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, മമതയുടെ രാഷ്ട്രീയം, മമതയുടെ ഒരു ഏകാധിപത്യം അല്ലെങ്കിൽ മമത എന്നൊരു രാഷ്ട്രീയ നേതാവിന്റെ വലിയ പതനത്തിലാണ് ഇത് കാരണമാകുന്നത്. ഈ മമതയുടെ പതനം അല്ലെങ്കിൽ തൃണമൂലിന്റെ പതനം BJP ആഗ്രഹിക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവിക ഋതുഭദ്രയുടെ നീക്കത്തിന് BJP ഒരു പക്ഷെ കണ്ണടയ്ക്കും പല ഘട്ടത്തിലും. പക്ഷെ ആ കൂട്ടത്തിൽ മമതയെ തകർന്നോട്ടെ, തൃണമൂലെ തകർന്നോട്ടെ പരാതി പരസ്യമാക്കാനുള്ള കാരണം അത് തന്നെയാണ്. ഇവര് പരാതി കൊടുത്തു, സ്പീക്കർക്ക് പരാതി കൊടുത്തു, അന്വേഷണം പ്രഖ്യാപിച്ചു ഒപ്പിട്ടല്ലേ. അത് അദ്ദേഹം അത് പരസ്യമായി പറയുമ്പോൾ അതുവരെ ബംഗാൾ കോൺഗ്രസിൽ പ്രശ്നങ്ങളും തൃണമൂൽ പ്രശ്നങ്ങളുണ്ടെന്നും മമതക്കെതിരെ വിഭാഗം നിൽക്കുന്നുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഭരണം പിടിച്ചു കഴിഞ്ഞാൽ BJP വ്യാപക ആക്രമണം തൃണമൂലിനെതിരെ നടത്തുന്നു പറഞ്ഞു അഭിഷേക് ബാനർജി പോലും. അഭിഷേക് ബാനർജി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പിന്നെ CPM-ന്റെ ഭാഷ CPM-കാർക്ക് പറഞ്ഞത് CPM-കാരെ വേട്ടയാടാൻ വേണ്ടി നിന്നൊരു നേതാവായിരുന്നു കഴിഞ്ഞ 15 വർഷത്തോളം അഭിഷേക് ബാനർജി. ആ അഭിഷേക് ബാനർജിനെ തെരുവിൽ നേരിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. അത് BJP-കാരാണെന്ന് പറഞ്ഞ പഴയ CPM-കാരാണെന്നൊക്കെ പറയുന്നത്. അത് എന്തായാലും അങ്ങനെ നേരിട്ടിട്ട് അതിന്റെ പിറ്റേ ദിവസം അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ 3-2 പേര് ഭാഗം വന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഇവർക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ 3-2 ഭാഗം പേരും അവർക്കൊപ്പമാണ്. അപ്പൊ അവർക്ക് കൂറുമാറ്റം നിരോധനം പ്രശ്നം വരില്ല. ഇവരുടെ പിന്തുണയോടെ സ്പീക്കർ കത്ത് കൊടുക്കുന്നു, ഞങ്ങൾ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം വരികയാണെങ്കിൽ കൂറുമാറ്റ നിരോധന പ്രകാരം ഇവരെ ഒന്നും ചെയ്യാൻ വേണ്ടി മമതക്കോ സംഘത്തിന് പറ്റില്ല. മമത ഈ പറഞ്ഞ ഒരു 20 മാക്സിമം 20 MLA-മാരുടെ പിന്തുണ മാത്രമേ മമത ഫാക്ഷന് ലഭിക്കൂ, ഈ ചട്ടോപതിയിൽ ലഭിക്കൂ.
അപ്പൊ അവരവിടെ ഒതുങ്ങിപ്പോകും. അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പാർട്ടി പിളരണ്ട എന്നുണ്ടെങ്കിൽ ഇവർക്ക് പിന്തുണ നൽകി ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മമതയുടെ രാഷ്ട്രീയം അവസാനിച്ചു. പുതിയ നേതാവാണ് അദ്ദേഹം വന്നു, അദ്ദേഹം പ്രദേശ നേതാവ് വന്നാൽ അദ്ദേഹത്തിന്റെ കീഴിലേക്ക് പാർട്ടി മാറുന്നത് അഭിഷേക് മമതയെ വീരും. ഇനി അതല്ല, ഇവർക്കെതിരെ നമ്മൾ യാതൊരു സന്ധിയുമില്ല, നമ്മൾ ചതിച്ചവരാണ് ഇവർ, അവർ പോകട്ടെ എന്ന് എഴുതിയിട്ട് ഇവരെ വിടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 3-2 ഭൂരിപക്ഷമുള്ള 60 MLA പിന്നുള്ള മമതാ ബാനർജി പ്രതിപക്ഷ നേതാവ് വരും. അദ്ദേഹം മമതയുടെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ തന്നെ അവിടെ നിൽക്കും. മമതയും വിഭാഗവും മാത്രം അവിടെ ചുരുങ്ങിപ്പോയി പാർട്ടിയിൽ നിന്നും എല്ലാ പദവിയിൽ നിന്നും അവർക്ക് പോകേണ്ടി വരും. ഈ മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ചെറിയൊരു പാർട്ടിയോട് മാറും. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് BJP കാര്യങ്ങൾ എളുപ്പമാവും. ഈ മമതയുടെ ഫാക്ഷൻ വിഭാഗത്തെ പിടിക്കാനും ഇവരെ ഒതുക്കാനും കാര്യങ്ങൾ വളരെ എളുപ്പമാവും. ഈ പറഞ്ഞ CPM-നും കോൺഗ്രസിനോട് ഒരു സ്കോപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന് പറയാം. CPM ഒരു സീറ്റ് പ്രാവശ്യം ലഭിച്ചു തിരിച്ചു വരവിന്റെ ഒരു പാതയാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ കൂടി അതിന്റെ സ്കോപ്പ് എങ്ങനെ പറയാൻ പറ്റില്ല. വീണ്ടും വോട്ടുകൾ ഭിന്നിച്ചു പോവുകയാണ്, പ്രതിപക്ഷം വീണ്ടും ഭിന്നിച്ചു പോവുകയാണ്. അത് BJP-ക്ക് ഗുണമാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വന്നാൽ നമുക്ക് പറയാം മമത തീർന്നു, ബംഗാളിൽ മമത തീർന്നു എന്നൊറ്റ കാര്യങ്ങളിലേക്കാണ് ഈ എല്ലാ കടന്നു വന്നത്. മമതയെ ഒന്നുകിൽ ഈ പാർട്ടിയിലെ അവരുടെ അണികൾക്ക് മുന്നിൽ കീഴ്പ്പെടണം, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് പിന്നെ ഈ പറഞ്ഞ മമതയുടെ പോരാട്ട വീര്യമായി നിന്നിട്ട് രാഷ്ട്രീയമായിട്ടൊരു ചെറിയ ചേരിയായിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഏറെക്കുറെ നമുക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ ഒരു പതനത്തിന്റെ ഒരു വക്കിലാണ് അവരുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഋതുഭദ്ര ഇവിടെ ഒരു 60ഓളം പാർട്ടി പിടിക്ക് സ്വന്തമാക്കുന്നു, മറുവശത്ത് BJP സർക്കാരുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഋതുഭദ്രയുടെ ഡൽഹി കണ്ടു പറഞ്ഞാണ് മമത ഇവരെ ഫസ്റ്റ് വർഷം വന്നത്. ഋതുഭദ്ര ഡൽഹിയിൽ പോയിട്ട് ഇവരെ കാണുന്നുണ്ട്, BJP നേതാക്കളെ കാണുന്നുണ്ട് പറയുന്നത്. ആ ആംഗിളിലേക്കാണ് മമതീ സംഘം ഇത് കൊണ്ടുപോകുന്നത്. ഇവർ BJP-യുമായിട്ട് സഖ്യം ചേർന്നിട്ടാണ് നമ്മൾ ഇതാക്കാൻ വരുന്നത്. അതിന്റെ ആരോപണത്തിലാണ് ഇപ്പൊ BJP നേതൃത്വം പറഞ്ഞത് നമ്മൾ അവരായിട്ട് ബന്ധുവില്ല, അവരെ സപ്പോർട്ട് ചെയ്യണം. ഇനി അതില്ല വല്ല കളികളും വരുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഈ പറഞ്ഞ നേതാക്കള് ഈ പറഞ്ഞ പോലെ 50 പേര് പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നു എന്ന് പറയും, പിന്നീട് പരോക്ഷമായിട്ട് അവർ തമ്മിൽ ഒരു പാലമായിട്ട് എങ്ങനെയായിരിക്കും നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അതെങ്ങനെ വന്നാലും മമതയുടെ എണ്ണം വീണ്ടും കുറയുകയാണ്. ഇപ്പൊ 80 ഉള്ളത് ഒരു 20ലേക്ക്. തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ ചരിത്രം നോക്കി കഴിഞ്ഞാൽ അവിടെ അധികാരം ഉള്ളിടത്തോട്ട് ആളുകൾ MLA-മാർ ചായും. അത് അവിടുത്തെ ഒരു രീതിയാണ്. ഇപ്പൊ നമുക്ക് ഒട്ടുമിക്ക കർണാടകയിലാണെങ്കിൽ നമ്മൾ കണ്ടുള്ളൂ, അത് അതിന്റെ എക്സ്ട്രീം ലെവലായിരിക്കും പശ്ചിമ ബംഗാളിലൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അവിടെ ഇപ്പൊ BJP അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടു തൃണമൂൽ കോൺഗ്രസിൽ പഴയ പ്രവർത്തകരെ നേതാക്കളെയും എല്ലാവരും ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് സാധിക്കുന്നത്. പക്ഷേ ഈ തൃണമൂല അധികാരത്തിൽ ഇരുന്നപ്പോൾ നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ട്. BJP പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സമാനമായ സാഹചര്യം നേരെ തിരിച്ച് സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പം അത് ബംഗാളിൽ CPM അധികാരം നഷ്ടപ്പെട്ട ഒരു വർഷം മമത അധികാരത്തിൽ വന്നപ്പോൾ വ്യാപക ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടന്നിട്ടാണ് മമത സർക്കാർ അല്ലെങ്കിൽ തൃണമൂൽ പ്രവർത്തകർ ആ വിജയം ആഘോഷിച്ചത്. അതിന്റെ വേറൊരു വർഷമാണ് ഇപ്പൊ 15 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത്. അവരുടെ അടിച്ചമർത്തണം എല്ലാം അവരുടെ പ്രതിഷേധം വോട്ടിൽ ബാലറ്റിൽ മാത്രമല്ല, വോട്ടിംഗ് മെഷീനിൽ മാത്രമല്ല, അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം തെരുവിൽ തീർക്കുകയാണ്. ഈ പറഞ്ഞ വിവിധ നയങ്ങൾ, പിന്നെ കുടിയേറ്റക്കാരായ പല പ്രശ്നങ്ങൾ പറഞ്ഞ എല്ലാം പറഞ്ഞിട്ടും തെരുവിൽ നേരിടുകയാണ്. അതാണ് അഭിഷേക് ബാനർജി ഇപ്പോൾ നേതാവിനെ പോലും ഈ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നത്, തെരുവിൽ വെച്ച് ഏൽക്കേണ്ടി വരുന്നത്. അവർ കൊടുത്തത് എന്താണോ വിതച്ചത് കൊയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അതാണ് വരുന്നത്. അങ്ങനെ വന്നൊരു നേതാവിന് ഇങ്ങനെ കൺമുന്നിൽ തന്നെ ഇപ്പോഴും സീറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ തന്നെ 60-80 പേരുണ്ട്. നമ്മൾ ബംഗാളിൽ എത്ര നോക്കി അറിയാം. LDF എടുക്കുന്ന CPM എടുക്കുന്നത് എങ്ങനെയാണ് മമത അധികാരം പിടിച്ച് മെല്ലെ പിടിച്ചു കൊണ്ടത് എങ്ങനെയാണ്, അതേ ലെവലിലാണ് ഇപ്പം BJP അധികാരം പിടിച്ച് വന്നത്. ഇതുപോലെ തന്നെ വരുമ്പോൾ തിരിച്ചു പിടിക്കാനുള്ള ശേഷിയുണ്ട്. 80 MLA-മാരുണ്ട്. ഒരു ശക്തമായ പ്രതിപക്ഷമായി നിൽക്കാം എന്ന് കരുതിയിട്ടാണ് മമതയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടി പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നത്. തങ്ങളെ അംഗീകരിക്കാതെ ഒരു CPM-ൽ നിന്ന് വന്ന് നമ്മൾ അഭയം കൊടുത്തൊരു നേതാവ് ഋതുഭദ്ര ബാനർജി പാർട്ടി പിടിക്കുന്നത് കൺമുന്നിൽ നിന്ന് തന്റെ അംഗങ്ങളെ മുഴുവൻ കൊണ്ടുപോകുന്നത് കാണുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതെന്തായാലും വലിയൊരു തിരിച്ചടിയായിരിക്കും മമതയ്ക്ക്. ഇനിയിപ്പോ പറഞ്ഞ രാഷ്ട്രീയ ഭാവി ഇപ്പം ദേശീയ തലത്തിലേക്ക് വരുമ്പോഴായാലും ബംഗാളിൽ ഒതുങ്ങും ഒരു പാർട്ടി, ബംഗാളിൽ വലിയ ബംഗാൾ മാത്രമല്ല എനിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ അസമിലെ സംസ്ഥാന അധ്യക്ഷനായിട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ വിമതപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബംഗാൾ പുറത്തുള്ള തൃണമൂൽ കോൺഗ്രസിനും ആ ഇതേ ഗതിയാണ് വരുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പം ഭാഗമൊത്തം നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയേക്കാൾ വലിയ തിരിച്ചടിയാണ് മമത നിലവിൽ നേരിടുന്നത്. മമത എന്ന രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ മമത എന്ന ഒരു കേന്ദ്രം, ബംഗാളിലെ രാഷ്ട്രീയ കേന്ദ്രം, അതിന്റെ ഒരു പതനത്തിനാണ് ഇപ്പം മമത എന്ന രാഷ്ട്രീയ കേന്ദ്രത്തിന്റെ പതനമാണ് നമ്മളിപ്പോൾ കാണുന്നത്.